പാഠമലയിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് തൊട്ട് പഠിപ്പിച്ചു തുടങ്ങിയതാണ്. ഇന്ന് ഇവിടെ 2 വിവാഹം നടക്കുന്ന ഒരു അവസരത്തിൽ എനിക്ക് ഇവരുടെ 6 മാസത്തെ മാറ്റത്തെക്കുറിച്ച് 2 വാക്കുകൾ പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ഡിസംബറിൽ ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ ഏറ്റവും പ്രായമായ മുത്തശ്ശി മാധവി മാത്രമേ ഞങ്ങളെ കാണാൻ വേണ്ടി പുറത്തേക്ക് വന്നുള്ളൂ. അതിനുശേഷം 1 മാസം കൊണ്ട് ഈ വീട് പണിയുകയും പിന്നെ ഇവിടെ അവർക്ക് വേണ്ട വെള്ളം, വെളിച്ചം എന്നീ സൗകര്യങ്ങൾ എത്തിക്കൊടുക്കുകയും ചെയ്തതിന് ശേഷമാണ് എല്ലാവരും ഞങ്ങളുമായി സഹകരിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ സ്കൂൾ തുറന്ന അവസരത്തിൽ ഇതിൽ നിന്നും 9 കുട്ടികളെ കടമ്പഴിപ്പുറം ഗവൺമെന്റ് സ്കൂളിലേക്കും 2 പേരെ നഴ്സറിയിലേക്കും പറഞ്ഞയക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവരുടെ 2 പേരുടെയും വിവാഹം നടത്തണം എന്നുള്ള ആവശ്യം അവരുടെ മാതാപിതാക്കളും മുത്തശ്ശിയാണ് ഞങ്ങളോട് പറഞ്ഞത്. അതിന് കാരണമുണ്ട്. ഇതിനു മുൻപ് ഇവിടെ വിവാഹം എന്ന് പറയുന്നത് ഇവരുടെ സങ്കല്പത്തിലില്ല. ഇവർ കാണുന്ന എല്ലാ വീട്ടിലും കല്യാണത്തിന് പോകുമ്പോൾ അവരുടെ കല്യാണം കഴിഞ്ഞ് അവിടുന്ന് കിട്ടുന്ന ചോറിനെ കുറിച്ച് മാത്രമേ അവർക്ക് അറിയുള്ളൂ. കല്യാണം എന്ന് പറഞ്ഞാൽ എന്താ എന്നുള്ളത് അറിയില്ല. അതുകൊണ്ട് ഈ മലയിൽ നിന്ന് ഇഷ്ടപ്പെട്ട 2 പേര് വേറെ ഏതെങ്കിലും മലയ്ക്ക് പോയി കുറച്ച് ദിവസം കഴിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർ ഭാര്യ ഭർത്താക്കന്മാരാണ് എന്ന് മറ്റുള്ളവർ അംഗീകരിക്കുകയായിരുന്നു ഇതുവരെയുള്ള ശീലം. പക്ഷെ അത് പലപ്പോഴും ഈ കുട്ടികൾക്ക് തന്നെ ബുദ്ധിമുട്ടുണ്ടാവും. ഇവരെല്ലാം കാണുമ്പോൾ തടി ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ചെറിയ കുട്ടികളെ പോലെ തോന്നി. ഇവരുടെ എല്ലാം എഴുതിയിട്ടുണ്ട്. ഓരോരുത്തർക്കും ആൺപിള്ളേർക്ക് 23 വയസ്സും 21.5 വയസ്സും ഉണ്ട്. പെൺകുട്ടികൾക്ക് ഒരു പെൺകുട്ടിക്ക് 19 വയസ്സും ഈ ഒരു പെൺകുട്ടിക്ക് 18 വയസ്സും ഉണ്ട്. പക്ഷെ ഈ ശാരീരിക വളർച്ച ഭക്ഷണത്തിൻ്റെയൊക്കെ കുറവുകൊണ്ടായിരിക്കാം അവരെ കാണുന്ന ചെറിയ കുട്ടികളെ പോലെ തോന്നും. ഇവർ യാത്ര ചെയ്ത് പല സ്ഥലത്തും കൊണ്ടുപോകുമ്പോൾ ആരിൽ നിന്നെങ്കിലും ഈ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി തീർച്ചയായിട്ടും ശാന്തിക്ക് തന്നെയായിരിക്കും. എന്തുകൊണ്ട് വെച്ചാൽ ഞങ്ങളാണല്ലോ ഇവിടെ അത്തരത്തിലൊന്നും സംഭവിക്കാതിരിക്കാനും ഇവിടെ 9ഓളം പെൺകുട്ടികളുണ്ട്. അവർ വളർന്നു വരുമ്പോൾ അവർക്ക് കല്യാണത്തെക്കുറിച്ച് നല്ല ഒരു അഭിപ്രായം, അത് ഇങ്ങനെ അങ്ങനെ ഓടിപ്പോകാൻ പാടില്ല. ഇവിടെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഴിച്ചു തരുന്നതിനുള്ള ഒരു ബോധം ഉണ്ടാക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്ന് ഈ ചടങ്ങ്